നമസ്കാരം. നമ്മളുടെ സംസ്ഥാനത്ത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ജീവിക മിഷൻ ഗ്രാമീൺ എന്ന് പറയുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പതിപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 1-ാം തീയതി മുതൽ മഹാത്മാഗാന്ധി NREGA എന്ന് പറയുന്ന സ്കീം മാറി അതിന് പകരമായിട്ടുള്ള VBG റാം ജി എന്ന് പറയുന്ന സ്കീമിന് തുടക്കം കുറിച്ചു. 125ഓളം വരുന്ന തൊഴിൽ ദിനങ്ങൾ, പ്രതിദിന വേതനം 401 രൂപ എന്ന നിരക്കിലാണ് കേരളത്തിലുള്ളവർക്ക് സഹായം ലഭിക്കുക. നിലവിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പുതിയ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യും. അത് ഉടനുണ്ടാവില്ല. നമുക്ക് മുൻപുണ്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാർഡ് നിലവിൽ ഉപയോഗിക്കാം. അതിൽ തടസ്സങ്ങളില്ല. അതുമാത്രമല്ല, പുതിയ പദ്ധതിയിലേക്ക് നിലവിലുള്ള ഗുണഭോക്താക്കൾ ഓട്ടോമാറ്റിക്കായി ചേർക്കപ്പെടും. പക്ഷേ നമ്മൾ ഇലക്ട്രോണിക് KYC ചെയ്തിട്ടുണ്ടാകണം. അതായത് ഈ പദ്ധതി കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ എല്ലാവരോടും ആധാർ അധിഷ്ഠിത KYC ചെയ്യുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. നമ്മളെല്ലാം തന്നെ മുഖം സ്കാൻ ചെയ്ത് അന്ന് ഈ ഒരു പദ്ധതിയിൽ യോഗ്യത നേടിയിട്ടുള്ളവരാകും. അതുമാത്രമല്ല, മുൻപുണ്ടായിരുന്ന വിതരണ രീതിയൊന്നുമല്ല. ആദ്യഘട്ടത്തിൽ നമ്മളൊക്കെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തൊക്കെയാണ് സഹായം വാങ്ങിയിരുന്നത്. എന്നാൽ ആധാർ അധിഷ്ഠിത വിതരണ രീതിക്കാണ് തുടക്കം കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കും ധനസഹായങ്ങൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ധനസഹായം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് തൊഴിൽ ദിനങ്ങളിൽ ഏർപ്പെടുക. അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ ചേർത്ത് ലഭിക്കുന്ന വിവിധ നേട്ടങ്ങളുണ്ടാകും. അത് വരുന്ന മാസങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ അറിയിക്കുന്നതുമായിരിക്കും. നമ്മളുടെ വീടുകളിലേക്ക് വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകുമെന്നൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ വീടിൻ്റെ കിണർ റീചാർജിങ്ങുമായി ബന്ധപ്പെട്ട്, കുഴൽക്കിണർ റീചാർജിങ്ങുമായി ബന്ധപ്പെട്ട്, സോക്ക് പിറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ മൃഗപരിപാലനത്തിന് അതിനാവശ്യമായിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ ആട്ടിൻകൂട്, അല്ലെങ്കിൽ പശുത്തൊഴുത്ത്, അല്ലെങ്കിൽ കോഴി വളർത്തൽ, ഇങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലും ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലേക്ക് ഈ പ്രോജക്റ്റ് വർദ്ധിപ്പിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തുടരുന്നതിന് താല്പര്യമുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പദ്ധതിയിൽ നമ്മളുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ആദ്യ ഗഡു 925 കോടി രൂപയോളം കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും 2 കോടിക്കടുത്ത് ധനസഹായം ലഭിക്കുകയും ചെയ്യും. ഗ്രാമപഞ്ചായത്തിന് കീഴുകളിലുള്ള വാർഡുകളിലൊക്കെ ആയിരിക്കും ഈ ഒരു പദ്ധതി, അതായത് നടപ്പിലാക്കുക. VBG റാം ജി എന്ന് പറയുന്ന സ്കീം നടപ്പിലാക്കുക. എന്നാൽ നഗരപ്രദേശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇത്തരം പദ്ധതികളില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും തൊഴിൽ ആവശ്യപ്പെടുന്നതിന് അർഹതയുണ്ട്. അത് നമ്മളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും. 15 ദിവസത്തിനുള്ളിൽ തന്നെ അപ്രൂവായി തൊഴിൽ കാർഡ് നമുക്ക് നൽകണമെന്നാണ് പുതിയ വ്യവസ്ഥ. അതുമാത്രമല്ല, തൊഴിലിൽ ഏർപ്പെടുന്നവർ ബന്ധപ്പെട്ട പ്രവർത്തികൾ പൂർത്തിയാക്കി മസ്റ്റർ റോളുകൾ ഏൽപ്പിച്ച ശേഷം 15 ദിവസത്തിനകം തന്നെ, അതായത് 2 ആഴ്ചക്കകം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവണമെന്നുള്ള വ്യവസ്ഥ കൂടിയുണ്ട്. തുക ക്രെഡിറ്റ് ആയില്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിന് വീഴ്ച വരുത്തുന്ന ഏത് വിഭാഗമാണോ അവർ 0.05% എന്ന ഒരു നിരക്കിൽ നമുക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഒരു പ്രത്യേക ഫൈൻ ഉൾപ്പെടെ ചേർത്തുകൂടി വിതരണം ചെയ്യണമെന്നൊക്കെയാണ് പുതിയ വ്യവസ്ഥയിലുള്ളത്. ഇതെല്ലാം തന്നെ ഗൗരവമായിട്ട് തന്നെ കാണണമെന്നും നടപ്പിലാക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അനുവദിച്ചിട്ടുള്ള തുക ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ തുടങ്ങിയ 3 മാസങ്ങളിലേക്കുള്ള ഫണ്ട് മാത്രമാണ്. അതിനുശേഷം ബാക്കി തുകയും അനുവദിക്കും. സംസ്ഥാന സർക്കാരും ഇതിന് ആനുപാതികമായിട്ടുള്ള തുക റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇത് മാത്രമല്ല, 125 തൊഴിൽ ദിനങ്ങൾ എന്ന് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത്രയും തൊഴിൽ ദിനങ്ങൾ നമ്മുടെ പ്രദേശത്തേക്ക് ലഭിക്കണമെന്നില്ല. തൊഴിൽ കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ പഞ്ചായത്തിൽ ഓരോ മേഖലയ്ക്കും വികസനത്തിനുതകുന്ന രീതിയിലുള്ള പദ്ധതികളായിരിക്കും നടപ്പിലാവുക. 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ വമ്പൻ പദ്ധതി നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.